അന്യഗ്രഹജീവികൾ ഭാഗം 4. കുറഞ്ഞ ദ്രവ്യമാനവും ഉയർന്ന വേഗതയും കണികാ തരംഗ ദ്വൈതഭാവവുമുള്ള ഋണ-ധന ന്യൂട്രൽ ചാർജുകളുള്ളതായ അതിസൂക്ഷ്മ കണികകൾക്ക് പല തടസ്സങ്ങളും മറികടന്ന് വിദൂരതയിലടക്കം പലയിടത്തും ഞൊടിയിടയിൽ പ്രത്യക്ഷപ്പെടാനാകുന്നതാണ്. ക്വാണ്ടം മെക്കാനിക്സിലെ ഇത്തരം സവിശേഷതകളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ശാസ്ത്ര സാങ്കേതിക മേഖലകളിലും വാർത്താ പ്രക്ഷേപണ ആശയവിനിമയ രംഗങ്ങളിലും കമ്പ്യൂട്ടിംഗ് രംഗങ്ങളിലുമൊക്കെ ഇനിയും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. സൂക്ഷ്മകണികകളുടെ മേൽ സൂചിപ്പിച്ച തരത്തിലുള്ള ഭൗതിക ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ടുവെക്കപ്പെട്ടിട്ടുള്ള അനിശ്ചിതത്വ തത്വം, ക്വാണ്ടം ടണലിംഗ്, ക്വാണ്ടം എൻടാങ്കിൾമെന്റ്, ടെലിപ്പോർട്ടേഷൻ മുതലായ ആശയങ്ങളൊക്കെ കണികാ ഭൗതികത്തിൽ ഒരളവുവരെ അനുവദനീയമാണെന്ന് പറയാം. എന്നാൽ ഇതേ സാങ്കേതിക പദാവലികൾ സ്ഥൂല ലോകത്തിലെ മനുഷ്യരിലേക്ക് കൂടി വലിച്ചിഴച്ചു കൊണ്ടുവന്ന് ഭൗതിക ശാസ്ത്രത്തെ ആത്മീയ ലോകത്തിലെ അതിഭൗതിക ശാസ്ത്രമാക്കി മാറ്റാനുള്ള ചിലരുടെ ശ്രമവും ഒപ്പം ബോധ്യപ്പെടേണ്ടതുണ്ട്. കണികാ ഭൗതികത്തിലെ അപകടകരമായ മറ്റൊരാശയമാണ് പ്രതികണികകൾ. ആപേക്ഷികതാ സിദ്ധാന്തവും കണികാഭൗതികവും വിളക്കിച്ചേർക്കാനുള്ള ശ്രമത്തിനിടയിൽ എല്ലാ മൗലിക കണങ്ങൾക്കും പ്രതികണികൾ കൂടി കാണപ്പെടണം എന്ന ആശയം മുന്നോട്ടുവെച്ചത് പ്രസിദ്ധ ഭൗതികശാസ്ത്രജ്ഞൻ പോൾ ഡിറാക് ആയിരുന്നു. ഭൗതികശാസ്ത്രജ്ഞനായ കാൾ ആൻഡേഴ്സൺ 1932 ആദ്യമായി ക്ലൗഡ് ചേംബറിനകത്ത് ഇലക്ട്രോണുകളുടെ പ്രതികണികകളാണെന്ന് കരുതപ്പെടുന്ന പോസിട്രോൺ കണികകളെ കണ്ടെത്തിയതായി പ്രഖ്യാപിക്കുകയും അതിന് 1936 അദ്ദേഹത്തിന് നോബൽ സമ്മാനം നൽകപ്പെടുകയും ചെയ്തു. ഇതിൽ പ്രചോദനം ഉൾക്കൊണ്ട് മറ്റെല്ലാ കണങ്ങളുടെയും പ്രതികണികൾക്കായുള്ള അന്വേഷണത്തിലാണ് ഇന്ന് ശാസ്ത്രലോകം. പ്രതികണികകൾ കൊണ്ടുള്ള പ്രതിദ്രവ്യങ്ങൾ, പ്രതിദ്രവ്യം സുലഭമായിട്ടുള്ള ഗാലക്സികൾ, എന്തിനേറെ പ്രതിപ്രപഞ്ചങ്ങളെപ്പോലും തേടിയിറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഇന്ന് ശാസ്ത്രലോകം. മഹാവിസ്ഫോടനത്തിനു ശേഷം ദ്രവ്യവും പ്രതിദ്രവ്യവും തുല്യ അളവിലുണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നിട്ടും അല്പം പോലും പ്രതിദ്രവ്യം കാണപ്പെടാതെ മുഴുവൻ ദ്രവ്യമായി തീർന്നതെങ്ങനെയാണെന്ന അന്വേഷണവും ശാസ്ത്രജ്ഞർ ഒപ്പം തുടർന്നുകൊണ്ടു പോകുന്നു. ക്ലൗഡ് ചേംബറിൽ ആൻഡേഴ്സൺ കണ്ടെത്തിയതായി പറയപ്പെടുന്ന ആന്റി ഇലക്ട്രോൺ അഥവാ പോസിട്രോൺ കണിക യഥാർത്ഥത്തിൽ എന്താണ്? രണ്ട് അതിസൂക്ഷ്മ ദ്രവ്യകണികകൾ വിപരീത ദിശയിൽ നിന്ന് വന്ന് ശക്തമായി കൂട്ടിമുട്ടിയപ്പോഴുണ്ടായ പ്രകാശകണികകളാണ് ക്ലൗഡ് ചേംബറിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. കണികകളിലൊന്ന് ഇലക്ട്രോണും മറ്റൊന്ന് ഇലക്ട്രോണിന്റെ വിപരീത ചാർജുള്ള പ്രതികണികയുമായതുകൊണ്ടാണ് അവ കൂട്ടിമുട്ടി പരസ്പരം ഉന്മൂലനം ചെയ്യപ്പെട്ട് ഫോട്ടോൺ കണികകളായി മാറിയതെന്നാണ് അവകാശവാദം. ദ്രവ്യമാനവും ഇലക്ട്രിക് ചാർജും സ്പിന്നും ഉൾപ്പെടെയുള്ള എല്ലാ ഭൗതിക ഗുണങ്ങളും ഒരുപോലെയുള്ള രണ്ട് കണികകളിൽ ഒന്ന് ചുറ്റുപാടുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഗത്യന്തരമില്ലാതെ വിപരീത ദിശയിൽ സഞ്ചരിച്ചു എന്നതുകൊണ്ട് മാത്രം അതിനെ എങ്ങനെയാണ് ഒരു പ്ലസ് അടയാള മുദ്ര കുത്തി പ്രതികണികാ പട്ടികയിൽപ്പെടുത്തി അപമാനിക്കാനാകുന്നത്? തുടരും.